പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം നമ്മളോട് പറയുകയാണ്, പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. നമ്മൾ ഈ വചനം കാണുക പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം വചനത്തിലാണ്. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട, കർത്താവിൽ ശരണം വെച്ച് നിൻ്റെ ജോലി ചെയ്യുക. ഹല്ലേലൂയ. വചനം പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ മകളെ, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവന് നേട്ടങ്ങളുണ്ടായാൽ നീ അതിൽ അസൂയപ്പെടേണ്ട. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുക, അവൻ ഒത്തിരി തിന്മ ചെയ്തിട്ട് അവൻ അടിക്കടി ഉയർച്ചയുണ്ടാകുന്നു, അവനെല്ലാം ഉണ്ടെന്നുള്ള ചിന്ത. പക്ഷെ കർത്താവ് പറയുകയാണ്, നീ അതിൽ അസൂയപ്പെടേണ്ട. നീ ചെയ്യേണ്ട കാര്യം ഇതാണ്, കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നിൻ്റെ ജോലി നീ ചെയ്യുക. ഹല്ലേലൂയ. പാപിയുടെ നേട്ടങ്ങൾ ക്ഷണികമാണ്, അവന് വലിയ തകർച്ച ഉണ്ടാകും. നിൻ്റെ ദൗത്യം നീ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നിൻ്റെ ജോലി ചെയ്യുക. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.